ഇന്ന് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ആയാലോ. കഷ്ണങ്ങളാക്കിയ പൈനാപ്പിളിൽ നിന്നും അല്പം മാറ്റി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. ബാക്കി പൈനാപ്പിളിനെ പാനിലേക്ക് മാറ്റി അല്പം ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പൈനാപ്പിൾ പേസ്റ്റും 1 കപ്പ് വെള്ളവും ചെറിയ പീസ് ശർക്കരയും ചേർത്ത് യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഒന്നുകൂടി എളുപ്പമാകും. ഇനി 1 കപ്പ് തേങ്ങയും എരിവിനനുസരിച്ച് പച്ചമുളകും 2 കറിവേപ്പിലയും വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അല്പം കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ചൊഴിച്ചെടുക്കാം. അങ്ങനെ പൈനാപ്പിൾ പച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.